ഹായ് ഓൾ, എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ സുനിൽ. വെൽക്കം ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് ജോലി എന്നതാണ്. ഇന്ന് സാധാരണക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് എന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്നത്. എന്താണ് ജോലി എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ജോലിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ജോലി കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എംപ്ലോയറുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഒരു തൊഴിലാളി ആണ് പണിയെടുക്കുന്നത്. ഇവിടെ തൊഴിലാളിയുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും ഒരു വിലയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എംപ്ലോയറുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ആണ് ഒരു തൊഴിലാളി പണിയെടുക്കുന്നത്. തൊഴിലാളിയുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും ഒരു വിലയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അടുത്ത ഒരു പ്രധാന പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് നോ ടൈം ഫ്രീഡം എന്നതാണ്. നമ്മൾ ജോലി എടുക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തോടൊപ്പം നമ്മുടെ കഴിവിനോടൊപ്പം നമ്മൾ സമയം കൂടി കൊടുത്താലാണ് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. നമ്മൾ ഉച്ചവരെ പണിയെടുത്താൽ ഉച്ചവരെയുള്ള വരുമാനവും വൈകുന്നേരം വരെ പണിയെടുത്താലാണ് നമുക്ക് ആ ഒരു ദിവസത്തെ വരുമാനവും കിട്ടുക. ഇനി നമുക്ക് ഒരാഴ്ച പണിയാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരാഴ്ചയിലെ വരുമാനവും ഉണ്ടാവുകയില്ല. ഇന്ന് ഏതൊരു മനുഷ്യനും ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ടൈം ഫ്രീഡം. നമ്മൾ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സമയം തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അതിനാൽ തന്നെ ജോലി സിസ്റ്റത്തിലൂടെ മറ്റൊരാൾക്ക് നമ്മുടെ സമയത്തിന് നമുക്ക് വില പറയാൻ സാധിക്കുന്നു എന്നതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. അടുത്ത ഒരു പോയിന്റാണ് ശമ്പള പരിധി. നിങ്ങൾ ഏത് പ്രൊഫഷണൽ മേഖലയിൽ പണിയെടുക്കുന്ന ആളായാലും അവിടെ ഒരു ശമ്പള സ്കെയിൽ നിശ്ചയിച്ച് വച്ചിട്ടുണ്ട്. നമുക്ക് ആ ശമ്പള പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു വളർച്ചയോ വരുമാനമോ ഉണ്ടാക്കാനോ സാധിക്കുന്നതല്ല. നമുക്കിനി ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ എംപ്ലോയറുടെ ചെലവ് വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുന്നതിനാൽ നമുക്ക് ശമ്പളം വർദ്ധിക്കണമെങ്കിൽ, ജോലിക്കാർക്ക് ശമ്പളം കൂടണമെങ്കിൽ നമ്മൾ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. നമ്മൾ ജോലിയെടുക്കുന്നത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആ ശമ്പളം തികയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും കരിമ്പൻ ജ്യൂസ് കുടിക്കാറുണ്ടല്ലോ അല്ലേ? കരിമ്പൻ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? കരിമ്പൻ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? 2-3 കരിമ്പിൻ തണ്ട് എടുത്ത് അത് ആ മെഷീനിലൂടെ കടത്തിവിടുന്നു, വീണ്ടും അപ്പുറത്ത് വലിച്ചെടുത്ത് വീണ്ടും മടക്കി വീണ്ടും കടത്തിവിടുന്നു. ഈ പ്രവൃത്തി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. വീണ്ടും മടക്കി കടത്തിവിട്ട് അതിൽ നിന്നുള്ള കംപ്ലീറ്റ് നീരും ഊറ്റിയെടുക്കുന്നവരെ ഈ പ്രവൃത്തി തുടരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കരിമ്പിന്റെ നീര് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കരിമ്പിൻ ചണ്ടിയാണ്. അതായത് കരിമ്പിൽ നിന്ന് നീര് മൊത്തം പോയി കഴിഞ്ഞാൽ കരിമ്പിൻ ചണ്ടിയായി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് പണിയെടുത്തിട്ടും നമുക്ക് യാതൊരു സമ്പത്തും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ജോലി എടുത്തിട്ട് വരുമാനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ കരിമ്പിൻ ചണ്ടി പിഴിയുന്നത് പോലെ ജോലി സിസ്റ്റം എന്ന മെഷീൻ ഉപയോഗിച്ച് നമ്മളെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നോ ഉൾക്കൊള്ളണമെന്നോ സാധിച്ചെന്ന് വരില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു സിലബസ് തന്നെ ആയതുകൊണ്ടാണ്. എന്താണ് ആ സിലബസ് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം LKG, തുടർന്ന് UKG, പിന്നെ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസം, അതിനുശേഷം 10ാം ക്ലാസ്സോ 12ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ഒരു പ്രൊഫഷണൽ മേഖല തിരഞ്ഞെടുക്കുന്നു. അത് MBBS ആകാം, LLB ആകാം, എഞ്ചിനീയറിംഗ് ആകാം. ഏത് മേഖല ആയിക്കോട്ടെ, നമ്മൾ അവിടെ പഠിച്ചതിന് ശേഷം നമുക്ക് വരുമാനം നേടണമെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. ഈ സിലബസെല്ലാം നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ അച്ഛനെന്നെയും ഈ സിലബസ് തന്നെ പഠിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ മക്കളോട് പറയുന്നു, നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി നേടാൻ. നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരും ഈ സിസ്റ്റം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി നേടണം. എന്നാൽ ജോലി എന്ന് പറയുന്നതോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. ഈ സിലബസ് ഇവിടെ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇവിടെ സമ്പത്തുള്ളവർക്ക് സമ്പത്ത് നിലനിർത്തുന്നതിനും അത് വർദ്ധിപ്പിക്കുന്നതിനും ഇവിടെ ജോലിക്കാരെ ആവശ്യമാണ്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ജോലി സിസ്റ്റവും അതിനുവേണ്ടി എല്ലാവരെയും ജോലിയിലേക്ക് എത്തിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. ഇത് നമ്മളെല്ലാവരും തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.